കോഴിക്കോട് വീണ്ടും തട്ടിക്കൊണ്ടുപോകൽ. മൊബൈൽ ഷോപ്പ് ഉടമ അർഷാദിനെ തട്ടിക്കൊണ്ടുപോയെന്നാണ് പരാതി. വിവരങ്ങളുമായി മിഥില ബാലൻ ചേരുന്നു. മിഥില, എന്താണ് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത്? വെള്ളിയാഴ്ച രാത്രി 12 മണിക്കാണ് ഹർഷാദിനെ തട്ടിക്കൊണ്ടുപോയതായി പറയുന്നത്. ഇപ്പോൾ ഹർഷാദിന്റെ കുടുംബം എനിക്കൊപ്പം ചേരുന്നുണ്ട്. ഉമ്മ, എന്താണ് സംഭവിച്ചത്? ഹർഷാദിനെ രാത്രി 12 മണിക്ക് ഭാര്യ വീട്ടിൽ നിന്നാണ് കാണാതായത്. ഭാര്യ വീട്ടിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നതാ. അവൻ പുറത്ത് പോയതാ. പിന്നെ അവൻ തിരിച്ച് വന്നിട്ടില്ല. വിളിച്ച് 12:30 വരെ വിളിച്ചിട്ട് 12:30 പോയത്. പിന്നെ തീരെ ഒന്നുമില്ല. വിളിച്ചിട്ട് സ്വിച്ച് ഓഫാ പറയുന്നത്. രാവിലെ ശനിയാഴ്ച നിന്ന് രാവിലെ 7 മണിക്ക് ഫോൺ എടുത്ത് 2 വാക്ക് മാത്രം സംസാരിച്ച് കണ്ട് പറഞ്ഞു, ഞാൻ ഉച്ച ആകുമ്പോഴേക്ക് വരും എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത്. വീണ്ടും 2 മണിയായപ്പോൾ ഇന്നെ വിളിച്ചു. ആദ്യം വിളിച്ചത് ഭാര്യനാ. പിന്നെ 2 മണിക്ക് ഇന്നെ വിളിച്ചെങ്ങാണ്ട് പറഞ്ഞ് ഞാൻ രാത്രി ആകുമ്പോഴേക്ക് എത്തുമെന്ന് പറഞ്ഞു. എത്തല്ലോ, രാത്രി എവിടെ ഉള്ളതെന്ന് ചോദിച്ചാൽ പറഞ്ഞ് ഞാൻ മലപ്പുറത്താണ് ഉള്ളത്. അത്ര ഈ 2 വാക്ക് ആകെ സംസാരിച്ചിട്ടേ ഉള്ളൂ. വേറെ കൂടുതലായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. പിന്നെ രാത്രി 10 മണി ആയതിന് ശേഷം ഉപ്പൻ്റെ ഫോണിലേക്ക് ഒരു മിസ് കോൾ വന്ന്. ഉപ്പ തിരിച്ച് വിളിച്ച സമയത്താണ് അർഷാദ് ആ ഫോൺ എടുക്കുന്നത്. അപ്പോൾ മോനെ ഈ എന്താ വരാത്ത, എവിടാന്ന് ചോദിച്ചാൽ പറഞ്ഞ്, ഡാഡി ഞാൻ രാവിലെ എത്തും, എനിക്ക് രാവിലേക്ക് 10 ലക്ഷം രൂപ വേണം, എന്നാലും ഇവർ എന്നെ വിടുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആരാ കൂടെ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ ആളെ പേരൊന്നും പറഞ്ഞില്ല. 10 ലക്ഷം രൂപ വേണമെന്നാണ് പറഞ്ഞത്. ആരാളുള്ള അവരെ കയ്യിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഫോണെടുത്ത് അവർ പറഞ്ഞ് മകനെ കിട്ടണമെന്നുണ്ടെങ്കിൽ 10 ലക്ഷം രൂപ വേണം, 10 ലക്ഷം രൂപ തിരിച്ച് രാവിലെ മകനെ വിട്ടു തരാമെന്ന് അങ്ങനെ പറഞ്ഞ് പിന്നെ യാതൊരു വിവരമില്ല. പിന്നെ ശനിയാഴ്ച നിന്ന് രാവിലെ, ഇന്നലെ ഞായറാഴ്ച രാവിലെ, അങ്ങനെയാണെന്നല്ല ഞങ്ങൾ ചേവായൂർ സ്റ്റേഷനിൽ ഞങ്ങൾ പരാതി കൊടുക്കുന്നത്. അപ്പോൾ അവിടെ പോയി പരാതി കൊടുത്തപ്പോൾ അവർ പറഞ്ഞ് ഇവിടുന്നും പോയതല്ലല്ലോ, ഭാര്യ വീട്ടിൽ നിന്നല്ല പോയത്, അപ്പം താമരശ്ശേരി കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് ഇവിടെ വന്ന് ഭാര്യൻ്റെ ഉപ്പയും ഉമ്മയും ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ വന്ന് ഇവിടെ ശത്രുക്കളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ അതാണ് തട്ടിക്കൊണ്ടുപോകുന്നതിലെ ദുരൂഹത തുടരുകയാണ്. അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് പരാതി കേസെടുത്തിട്ടുണ്ട്. അന്വേഷണം നടക്കണം.